ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 7ാമത്തെ ശ്ലോകം മുതൽക്കാണ് നോക്കാനുള്ളത്. ഇന്ന് 7ാമത്തെ ശ്ലോകം നോക്കാം. ആദ്യം ഗൃഹ്ണൻ ജംഭാരി സംപ്രേഷിതരഥകവചൗ രാവണേനാഭിയുധ്യൻ ബ്രഹ്മാസ്ത്രേണാസ്യ ഭിന്ദൻ ഗളതതിമപലാമഗ്നിശുദ്ധാം പ്രഗൃഹ്ണൻ ദേവശ്രേണീവരോജ്ജീവിതസമരമൃതൈരക്ഷതൈരക്ഷസംഗൈർലങ്കാഭർത്ര ച സാകം നിജനഗരമകാസപ്രിയ പുഷ്പകേണ. ഗൃഹ്ണൻ ജംഭാരി സംപ്രേഷിത രഥകവചൗ. ഗൃഹ്ണൻ എന്ന് പറഞ്ഞാൽ സ്വീകരിച്ചിട്ട്, ജംഭാരി സംപ്രേഷിത രഥകവചൗ. ജംഭാരി എന്ന് പറഞ്ഞാൽ ദേവേന്ദ്രൻ, സംപ്രേഷിത കൊടുത്തയച്ച, രഥകവചൗ തേരും കവചവും പോർച്ചട്ടയുമൊക്കെ ഭഗവാനെ അവിടുന്ന് സ്വീകരിച്ചിട്ട് രാവണേനാഭിയുധ്യൻ, രാവണേന അഭിയുധ്യൻ, രാവണനുമായിട്ട് അഭിയുധ്യൻ എന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്തു. ബ്രഹ്മാസ്ത്രേണാസ്യ ഭിന്ദൻ ഗളതതിമപലാമഗ്നിശുദ്ധം. ബ്രഹ്മാസ്ത്രേണ അസ്യ ഭിന്ദൻ ഗളതതിം. ബ്രഹ്മാസ്ത്രേണ ബ്രഹ്മാസ്ത്രം കൊണ്ട്, അസ്യ അതായത് ഈ രാവണൻ്റെ, ഭിന്ദൻ ഗളതതിം കഴുത്തിനെ, ഭിന്ദൻ എന്നാൽ ഛേദിച്ചിട്ട്, അബലാം അഗ്നിശുദ്ധാം പ്രഗൃഹ്ണൻ. അബലാം മറ്റാരും ആശ്രയമില്ലാതെ ഇരുന്ന് അത്രയും നേരവും മുരുകിക്കൊണ്ടിരുന്ന, തൻ്റെ നാഥനെ പ്രതീക്ഷിച്ചു കൊണ്ടിരുന്ന അബലയായിട്ടുള്ള ആ സീതാദേവിയെ അഗ്നിശുദ്ധാം പ്രഗൃഹ്ണൻ, അഗ്നിപ്രവേശം ചെയ്തുകൊണ്ട് പ്രഗൃഹ്ണൻ സ്വീകരിച്ചു. ഇവിടെ അഗ്നിശുദ്ധി വരുത്തി എന്ന് പറയുമ്പോൾ സീതാദേവിയുടെ സ്വഭാവത്തിൽ ഉള്ള സന്ദേഹം കൊണ്ടല്ല ശ്രീരാമചന്ദ്ര ഭഗവാൻ അത് ചെയ്തത്. നമുക്ക് രാമായണത്തിൽ കാണാം. അത് യഥാർത്ഥ സീതാദേവിയെ അല്ല രാവണൻ കട്ടുകൊണ്ടുപോയത്, മായാസീതയെയാണ്. യഥാർത്ഥ സീതാദേവിയെ അഗ്നിഭഗവാന്റെ കൈകളിൽ സുരക്ഷിതമായി ഏൽപ്പിച്ചുകൊണ്ട് മായാസീതയെ തട്ടിക്കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് ഇവിടെ രാവണൻ. കാരണം രാവണൻ തട്ടിക്കൊണ്ടുവരുമെന്നുള്ളത് സീതാദേവിയോട്, രാവണൻ തട്ടിക്കൊണ്ടു പോകാൻ വരുമെന്നുള്ളത് സീതാദേവിയോട് നേരത്തെ തന്നെ ശ്രീരാമചന്ദ്ര ഭഗവാൻ രാമായണത്തിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ശ്രീരാമചന്ദ്ര ഭഗവാൻ തന്നെയാണ് സീതാദേവിയോട് പറയുന്നത്, എന്ത്, നീ മായാസീതയെ ഇവിടെ തയ്യാറാക്കി നിർത്തിക്കോളൂ, ഇപ്പോൾ രാവണൻ വരുന്നുണ്ട്, ഇപ്പോൾ എത്തും നിന്നെ കൊണ്ടുപോകുവാൻ എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ മായാസീതയെ, അന്ന് അഗ്നിഭഗവാനെ ഏൽപ്പിച്ച യഥാർത്ഥ സീതയെ തിരിച്ചു വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്. മായാസീതയെ പകരം അഗ്നിദേവന് നൽകിക്കൊണ്ട്. ഇതാണ് അതിൻ്റെ പൊരുൾ. അല്ലാതെ നമ്മൾ ധരിക്കുന്നത് പോലെ അത്ര കാലവും രാവണൻ്റെ കൊട്ടാരത്തിലിരുന്ന സീതാദേവിയെ, ആ സീതാദേവിയുടെ ചാരിത്ര്യത്തിൽ സംശയം തോന്നിയിട്ട് അഗ്നിശുദ്ധി നടത്തുകയല്ല ചെയ്തത്. അപ്പോൾ അങ്ങനെ തൻ്റെ യഥാർത്ഥ സീതാദേവിയെ, ലക്ഷ്മീ ദേവിയുടെ അംശമായ സീതാദേവിയെ അഗ്നിദേവനിൽ നിന്നും സ്വീകരിച്ചു. അതിനുശേഷം ദേവശ്രേണീവരോജ്ജീവിത സമരമൃതൈർ അക്ഷതൈർ ഇക്ഷസംഖൈർ.
ദേവശ്രേണീവരോജ്ജീവിത സമരമൃതൈർ. ദേവശ്രേണി എന്ന് പറഞ്ഞാൽ ദേവകളുടെ അതായത് ദേവന്മാരുടെ ശ്രേണി എന്ന് പറയുന്നത് ആ ഒരു നിരയെ ഉദ്ദേശിച്ചിട്ടാണ്. അതുകൊണ്ടാണ് ദേവന്മാർ എന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ദേവന്മാരുടെ അല്ലെങ്കിൽ ദേവകളുടെ വരോ ജീവിത സമരമൃതൈർ, വരം കൊണ്ട് ജീവിത സമരമൃതൈ, ജീവിപ്പിച്ച സമരമൃതൈ. സമരം എന്നാൽ യുദ്ധം, യുദ്ധത്തിൽ മൃതരായിപ്പോയ, യുദ്ധത്തിൽ മരിച്ചു പോയിരുന്നതായിട്ടുള്ള അവരെ ദേവകളുടെ ആരെയാണ്? അക്ഷതൈ ഋക്ഷസംഗൈ. അക്ഷതൈ എന്ന് പറഞ്ഞാൽ യാതൊരു ക്ഷതവും ഇല്ലാത്തവരായി ജീവിപ്പിച്ചു വന്ന ആരെ? ഋക്ഷസംഗൈ. ആ വാനര സംഘങ്ങളെയൊക്കെയും ലങ്കാഭർത്ര സാകം. ലങ്കാഭർത്താൽ, ഇപ്പോൾ ലങ്കാദേശത്തിന് ഭർത്താവായി അഥവാ സംരക്ഷകനായിരിക്കുന്ന ആ വിഭീഷണനോട് കൂടിയിട്ട് സാകം, വിഭീഷണനോടും കൂടിയിട്ട് നിജനഗരമകാ സപ്രിയ പുഷ്പകേണ. നിജനഗരം അകാ സപ്രിയ പുഷ്പകേണ. സപ്രിയ തൻ്റെ പ്രിയപ്പെട്ടവളോടുകൂടി, തൻ്റെ പ്രിയയോടുകൂടി, സീതാദേവിയോട് കൂടിയിട്ട് പുഷ്പകേണ, പുഷ്പക വിമാനത്തിൽ കയറിയിട്ട് നിജനഗരം അകാ, നിജനഗരം തൻ്റെ നഗരത്തിലേക്ക്, അയോധ്യാപുരിയിലേക്ക്, അകാ എന്ന് പറഞ്ഞാൽ തിരിച്ചു, അവിടത്തേക്ക് തിരികെ പോന്നു. അപ്പോൾ ദേവന്മാരുടെയൊക്കെ അനുഗ്രഹം കൊണ്ട്, എല്ലാ ദേവതകളുടെയും അനുഗ്രഹം കൊണ്ട് നമ്മൾ കണ്ടിരുന്നു, ദേവേന്ദ്രൻ കൊടുത്തയച്ച തേരും അതേപോലെ തന്നെ കവചയും പോർച്ചട്ടയും ഒക്കെ സ്വീകരിച്ചുകൊണ്ടാണ്, ആ തേരിൽ കയറിയിട്ടാണ് ശ്രീരാമചന്ദ്ര ഭഗവാൻ രാവണനുമായിട്ട് യുദ്ധം ചെയ്യുന്നത്. അങ്ങനെ ആ യുദ്ധത്തിൽ രാവണനെ നിഗ്രഹിച്ച് കഴിഞ്ഞപ്പോഴേക്കും തൻ്റെ ധാരാളം സൈന്യം, ആ വാനരന്മാർ ഒരുപാട് പേര് നമ്മൾ കണ്ടിരുന്നു, ഭൂമണ്ഡലം മുഴുവൻ നിറഞ്ഞു പരന്ന് നിന്നിരുന്നതായിട്ടുള്ള അത്രയും സൈന്യത്തെയും രാവണനും കൂട്ടാളികളും കൊന്നൊടുക്കുകയും ഭക്ഷിക്കുകയും ഒക്കെ ചെയ്തിരുന്നു എന്ന് കണ്ടു. കുംഭകർണൻ്റെ കാര്യം കണ്ടപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു, കുംഭകർണൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അല്ലേ, ഭഗവാനാൽ വധിക്കപ്പെട്ടു. പക്ഷെ അതിനു മുൻപ് അനേകം വാനരന്മാരെ പിടിച്ചു ഭക്ഷിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ മൃതപ്രായരായി അവിടെ കിടന്നിരുന്ന, മൃതരായി കിടന്നിരുന്ന, മരിച്ചു കിടന്നിരുന്ന അവരെയൊക്കെ ദേവന്മാരുടെ അനുഗ്രഹം കൊണ്ട് അവരെയൊക്കെ ദേഹത്തെങ്ങും ഒരു പോറൽ പോലും ഇല്ലാതെ, അതുകൊണ്ടാണ് അക്ഷതൈ എന്ന് പറഞ്ഞത്, യാതൊരു ക്ഷതവുമില്ലാതെ. എത്രയോ ബാണങ്ങൾ അവരുടെയൊക്കെ ശരീരത്തിൽ തറച്ചു കയറിയിരിക്കുന്നു, എത്രയോ ആയുധങ്ങളാൽ മുറിവേറ്റിരിക്കുന്നു ഈ വാനരന്മാർക്ക് ആ രാക്ഷസന്മാരിൽ നിന്ന്. പക്ഷെ എന്നിട്ടും ഒരു പോറൽ പോലും ഏൽക്കാത്ത വിധത്തിൽ അവരെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ടോ അവരോടും ലങ്കാപതിയായിട്ടുള്ള വിഭീഷണനോടും അതിലേറെ തൻ്റെ പ്രിയപ്പെട്ട തന്നിൽ പാതിയായിട്ടുള്ള സീതാദേവിയോടും കൂടി ഭഗവാനെ അവിടുന്ന് ലക്ഷ്മണകുമാരനോടൊപ്പം തങ്ങളുടെ നഗരമായിട്ടുള്ള, തങ്ങളുടെ രാജ്യമായിട്ടുള്ള അയോധ്യയിലേക്ക് പോന്നുവല്ലോ. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ഗൃഹ്ണൻ ജംഭാരി സംപ്രേഷിതരഥ കവചൗ രാവണേനാഭിയുധ്യൻ ബ്രഹ്മാസ്ത്രേണാസ്യ ഭിന്ദൻ ഗളതതിമപലാമഗ്നിശുദ്ധാം പ്രഗൃഹ്ണൻ ദേവശ്രേണീവരോജ്ജീവിത സമരമൃതൈരക്ഷതൈരിക്ഷസംഘൈർ ലങ്കാഭർത്രാ ച സാകം നിജനഗരമകാ സപ്രിയ പുഷ്പകേണ. ജംഭാരി സംപ്രേഷിത രഥ കവചൗ, അത് കഴിയുന്നതും ചേർത്ത് തന്നെ വായിക്കുക.
അതുപോലെ രാവണേനാഭിയുധ്യൻ, രാവണേന അഭിയുധ്യനാണ് പദം പിരിക്കേണ്ട, അകാരം ശ്രദ്ധിച്ചു വായിച്ചാൽ മതിയാകും. അതുപോലെ ബ്രഹ്മാസ്ത്രേണ അസ്യ, ബ്രഹ്മാസ്ത്രേണ അസ്യാണ്. പിന്നെ അടുത്തത് ഗളതതിമബലാമഗ്നിശുദ്ധാം, അത് കഴിയുന്നതും ചേർത്ത് വായിക്കുക. ഗളതതിം അബലാമാണ്, മായുടെ ആകാരം ശ്രദ്ധിക്കുക. അതുപോലെ അഗ്നിശുദ്ധാമാണ് അടുത്തടുത്തും, അബലാമഗ്നിശുദ്ധാം അവിടെയും മായുടെ ആകാരം ശ്രദ്ധിക്കുക. പിന്നെയുള്ളത് ദേവശ്രേണീവരോ ജീവിത സമരമൃതൈരക്ഷതൈർക്ഷസംഘൈർലങ്കാഭർത്ര, അത്രയും ചേർത്ത് വായിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ തന്നെ വായിക്കുക. ഇല്ല എങ്കിൽ ദേവശ്രേണീവരോ ജീവിത സമരമൃതൈ, അവിടെ സമരമൃതൈ എന്നുള്ളിടത്ത് ഒരു വിസർഗം കൊടുത്ത് പകുതി ഹകാരത്തിൽ വായിച്ചു നിർത്തുക, അത് ചേർത്ത് വായിക്കാൻ കഴിയുന്നില്ലെങ്കിൽ. എന്നിട്ട് താഴെ അക്ഷതൈർക്ഷസംഘൈർലങ്കാഭർത്ര, താഴെ പിന്നെ രാ വേണ്ട, അകാരം മതി. അക്ഷതൈർക്ഷസംഘൈർ, അവിടെ ചേർത്താണ് വായിക്കുന്നതെങ്കിൽ ജീവിത സമരമൃതൈരക്ഷതൈർക്ഷസംഘൈർ ചേർത്താണ് വായിക്കുന്നെങ്കിൽ രായ്ക്ക് അകാരം കൊടുത്ത് വായിക്കുക. ഇനി അടുത്തത് അവിടെയും ഋക്ഷസംഘൈർ ലങ്കാഭർത്ര, അവിടെ ലാ ചേർത്താണ് വായിക്കുന്നതെങ്കിൽ കൂട്ടക്ഷരമാണ്, ചേർത്ത് വായിക്കാൻ പറ്റുന്നില്ല എങ്കിൽ അക്ഷതൈർ ഋക്ഷസംഘൈ എന്നവിടെ ഒരു വിസർഗം കൊടുത്ത് വായിച്ചു നിർത്തുക. ഇനിയും അടുത്തത് ചേർത്ത് വായിക്കുകയാണെങ്കിൽ ലാ അവിടെ കൂട്ടക്ഷരമാണ്, അതും ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെയുള്ളത് നിജനഗരമഗാസപ്രിയ, അവിടെ നിജനഗരം അഗാ ആണ്, പദം പിരിക്കേണ്ട, മായുടെ ആകാരം ശ്രദ്ധിച്ചാൽ മതി. അവിടെയും ചേർത്ത് വായിക്കുകയാണെങ്കിൽ സ കൂട്ടക്ഷരമാണ്. നിജനഗരമഗാസപ്രിയ, അവിടെ വിസർഗവുമുണ്ട്, പകുതി ഹകാരത്തിൽ വായിച്ചു നിർത്തുകയും വേണം. ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. ഇനി അടുത്തത് 8ാമത്തെ ശ്ലോകമാണ്. പ്രീതോ ദിവ്യാഭിഷേകൈരയുധസമധികാൻ വത്സരാൻ പര്യരംസീർമൈഥില്യാം പാപവാച ശിവ ശിവ കില താം ഗർഭിണീമഭ്യഹാസി ശത്രുഘ്നേനാർദ്ദയിത്വാ ലവണനിശിചരം പ്രാർത്ഥയ ശൂദ്രപാശം താവദ്വാൽമീകിഗേഹേ കൃതവസതിരുപാസൂത സീതാസുതൗ തേ. പ്രീതോ ദിവ്യാഭിഷേകൈരയുധസമധികാൻ, പ്രീതഃ എന്ന് പറഞ്ഞാൽ സംപ്രീതനായിട്ട്, ദിവ്യാഭിഷേകൈരയുധസമധികാൻ, ദിവ്യാഭിഷേകൈ, ഇവിടെ ദിവ്യാഭിഷേകൈ അയുധസമധികാൻ രണ്ട് വാക്കുകൾ വരുന്നുണ്ട് അവിടെ. ദിവ്യാഭിഷേകൈ എന്ന് പറഞ്ഞാൽ അങ്ങയുടെ ദിവ്യമായിട്ടുള്ള വിശേഷമായിട്ടുള്ള അഭിഷേകം, പട്ടാഭിഷേകം ഒക്കെ കഴിഞ്ഞിട്ട് അവിടുന്ന് സന്തുഷ്ടനായിട്ടപ്പോൾ ഇവരെല്ലാവരുമായിട്ട് കൊട്ടാരത്തിൽ വരുന്നു. ഇവിടെ അയോധ്യയിലാകട്ടെ ഭരതകുമാരൻ അങ്ങനെ കാത്തിരിക്കുകയാണ്, ദിവസങ്ങളും നിമിഷങ്ങളും എണ്ണിയിട്ട്. തൻ്റെ ജ്യേഷ്ഠനും തൻ്റെ ജ്യേഷ്ഠന്മാർ അല്ലെ ലക്ഷ്മണകുമാരനുമുണ്ട്, ശ്രീരാമചന്ദ്ര ഭഗവാനുമുണ്ട്. അതേപോലെ താൻ അമ്മയ്ക്ക് തുല്യം കണ്ടെന്നും നമസ്കരിക്കുന്ന ജ്യേഷ്ഠ സഹോദരി, ജ്യേഷ്ഠത്തിയമ്മയായിട്ടുള്ള സീതാദേവിയുടെയും വരവേൽപ്പിനായിട്ട് എന്തിനാ ഈ രാജ്യവും രാജ്യഭാരവും തിരികെ ഏൽപ്പിച്ച് ശ്രീരാമചന്ദ്ര ഭഗവാന്റെ ദാസനായി കഴിയുവാനുള്ള ആഗ്രഹം ഉള്ളിൽ വെച്ചുകൊണ്ട് അങ്ങനെ കഴിയുകയായിരുന്നു. ഇപ്പോൾ ദാ എത്തിയിരിക്കുന്നു തൻ്റെ ജ്യേഷ്ഠൻ. വന്നതും പട്ടാഭിഷേകം വളരെ ഗംഭീരമായിട്ടുള്ള ചടങ്ങായിരുന്നു, വളരെ വിശേഷമായിട്ടുള്ള ചടങ്ങ്. ശ്രീരാമചന്ദ്ര ഭഗവാനോട് വന്ന ഈ എല്ലാ ഇവിടെ വാനരപ്പടയാകട്ടെ വിഭീഷണനാകട്ടെ എല്ലാവരും വരുന്നത്
സാധാരണ രീതിയിൽ വിഭീഷണനൊക്കെ ആണെങ്കിൽ നമുക്കറിയാം രാക്ഷസ രൂപത്തിലല്ല വരുന്നത്, അല്ലെങ്കിൽ അസുരന്മാരുടെ ഒരു രൂപമല്ല. സാത്വിക ഭാവമാണെങ്കിലും രൂപം അസുരകുലത്തിലേതായിരുന്നു വിഭീഷണന്. പക്ഷേ ഇവിടെ എത്തുന്നത് ഈ വാനരന്മാരായിക്കോട്ടെ വിഭീഷണനായിക്കോട്ടെ ഇവരോടൊക്കെ ഒപ്പം പുറപ്പെട്ട മറ്റുള്ള ലങ്കാരാജ്യത്തിലുള്ളവരായാലും അവരൊക്കെ വരുന്നത് സുന്ദര രൂപത്തിലാണ്. അവരെയൊക്കെ വേണ്ട വിധത്തിൽ തന്നെ ബഹുമാനിക്കുകയും ആദരിക്കുകയും സമ്മാനിക്കുകയും ചെയ്ത് യാത്രയാക്കി അയോധ്യ നഗരിയിലുള്ളവർ. അതിനുശേഷം അയുധ സമധികാൻ, അയുധം എന്നാൽ 10,000, സമം അധികാൻ 10,000-ത്തിലധികം എന്താ വത്സരാൻ പര്യരംസി, വത്സരങ്ങൾ അഥവാ 10,000-ത്തിലധികം സംവത്സരങ്ങൾ പര്യരംസി സുഖിച്ചു വാണു, സുഖമായി ജീവിച്ചു. അതിനുശേഷം മൈഥില്യാം പാപവാച ശിവ ശിവ കിലത, മൈഥില്യാം പാപവാച, മൈഥില്യാം ആ മൈഥിലി ദേവിയെക്കുറിച്ച് സീതാദേവിയെക്കുറിച്ചുണ്ടായ പാപവാചാം, അതായത് ദോഷമായിട്ടുള്ള വാക്കുകൾ കേട്ടിട്ട് അപവാദ വാക്കുകൾ നിമിത്തമായിട്ട് ശിവശിവ എന്നിവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് എത്രയോ കഷ്ടമാണ്. ആ പതിവ്രതയായിട്ടുള്ള സീതാദേവിയെക്കുറിച്ച് പോലും ലോകം അപവാദം പറഞ്ഞിരിക്കുന്നു. ഇത് ലോകത്തിൻ്റെ ഒരു പൊതുവായ സ്വഭാവമാണ് പറയുന്നത്. ഇവിടെ സീതാദേവിയുടെ ഒരു തെറ്റായ നോക്കോ വാക്കോ ചലനമോ ഉണ്ടാകണമെന്നില്ല. പക്ഷേ ലോകത്തിൽ ഇങ്ങനെയുള്ളവരുമുണ്ട് എന്ന് കാണിക്കുകയാണ്. ആരെക്കുറിച്ചും അപവാദം പറയും. നോക്കൂ, ലക്ഷ്മീദേവിയുടെ അംശമായിട്ടുള്ള സീതാദേവിയെപ്പോലും അപവാദം പറയാൻ തൽപരരായിട്ടുള്ളവർ വെറുതെ വിട്ടില്ല എങ്കിൽ, സീതാദേവി പോലും പാത്രീഭവിച്ചുവെങ്കിൽ, ഇന്നീ കലിയുഗത്തിൽ, ഇത് നടന്നത് ത്രേതായുഗത്തിലാണ്, അന്ന് കുറെ കൂടി ജനങ്ങളിൽ സത്യവും ധർമ്മവും ഒക്കെ ഉണ്ടായിരുന്ന ഒരു കാലത്ത് പോലും ആ സീതാദേവിക്ക് പോലും ഇത് നേരിടേണ്ടി വരുന്നുവെങ്കിൽ, മനുഷ്യൻ്റെ കാഴ്ചപ്പാടിൽ ഈ കലികാലത്തിലുണ്ടായ വൈകൃതം അത് ആശ്ചര്യമേ അല്ല എന്ന് വേണം കരുതാൻ. എന്തിനേയും ഏതിനേയും ഈ ലോകത്തെ തന്നെയും സംശയദൃഷ്ടിയോടുകൂടി നോക്കിക്കാണുന്ന മനുഷ്യ മനസ്സിൻ്റെ കാപട്യം നിറഞ്ഞ സുന്ദരമുഖം അത് ത്രേതായുഗത്തിൽ തന്നെ അതിന് നാന്ദി കുറിച്ചിരുന്നു, തുടക്കം കുറിച്ചിരുന്നു എന്ന് പറയുകയാണ്. അതായത് അങ്ങനെയുള്ളവർ അന്നും ഉണ്ടായിരുന്നു, ഇന്ന് അങ്ങനെയുള്ളവരുടെ എണ്ണം കൂടിയിരിക്കുന്നു എന്ന് മാത്രം. ഇത് ലോക സ്വഭാവമാണ്, കാലത്തിൻ്റെ ഒരു അനിവാര്യതയാണ്. കലികാലമാകുമ്പോഴേക്കും ഇതുപോലെയുള്ള സ്വഭാവികളുടെ എണ്ണം കൂടുന്നു എന്ന് മാത്രം. അതിന് പലപ്പോഴും നിഷ്കളങ്കരായിട്ടുള്ളവർ പീഡിപ്പിക്കപ്പെടുന്നു, വേദനിപ്പിക്കപ്പെടുന്നു എന്നുള്ളത് ദുഃഖിപ്പിക്കുന്ന ഒരു വാസ്തവമാണെന്ന് മാത്രം. അപ്പോൾ അങ്ങനെ ഇവിടെ നോക്കൂ, ഈ സീതാദേവിയെക്കുറിച്ച് ലോകം ഇങ്ങനെ അപവാദങ്ങളൊക്കെ പറഞ്ഞുണ്ടാക്കിയപ്പോൾ, അങ്ങനെയുള്ള ദോഷകരമായ വാക്കുകൾ നിമിത്തം എന്തൊരു കഷ്ടമാണ്. ശിവശിവ കിലതാം ഗർഭിണീം അഭ്യഹാസേ. കില എന്ന് പറഞ്ഞാൽ അങ്ങനെ നടന്നുവല്ലോ, താം എന്ന് പറഞ്ഞാൽ ഭഗവാനെ അവിടുന്ന് ഗർഭിണീം അഭ്യഹാസി, ഗർഭിണിയായിരുന്ന ആ സീതാദേവിയെ അഭ്യഹാസി ഉപേക്ഷിച്ചുവല്ലോ, ത്യജിച്ചുവല്ലോ ഭഗവാനെ. ഇവിടെ ശ്രീരാമചന്ദ്ര ഭഗവാൻ, എല്ലാം അറിയുന്ന ഭഗവാന് അറിയാഞ്ഞിട്ടല്ല സീതാദേവിയിൽ ദോഷമൊന്നുമില്ല എന്ന്. പക്ഷേ തൻ്റെ അവതാര ലക്ഷ്യം എന്തായിരുന്നുവോ, ഈ അസുരന്മാരെ എല്ലാം നിഗ്രഹിച്ച് അത് പൂർത്തിയാക്കിയതിന് ശേഷം തൻ്റെ മടക്കയാത്രയ്ക്കുള്ള ഒരുക്കം കൂട്ടലാണിതൊക്കെ. സീതാദേവി ആദ്യം മുന്നേ വിടുന്നു, അതിനുശേഷം തനിക്കും പോകേണ്ടതാണ് എന്നുള്ള ഒരു ബോധ്യമാണ് ഈ ഒരു ലീലയിലൂടെ ഭഗവാൻ കാണിച്ചു തരുന്നത്.
അടുത്ത പറയുകയാണ്, ശത്രുഘ്നേന അർദ്ധയിത്വാ ലവണ നിശിചരം പ്രാർത്ഥയ ശൂദ്രപാശം. ശത്രുഘ്നേന അർദ്ധയിത്വാ, ശത്രുഘ്നനെ കൊണ്ട് അർദ്ധയിത്വ എന്ന് പറഞ്ഞാൽ വധിച്ച, ലവണ നിശിചരം, ലവണാസുരൻ എന്ന് പറയും, നിശിചരം എന്ന് പറഞ്ഞാൽ അസുരന്, ലവണൻ എന്ന് പറയുന്ന അസുരനെ വധിപ്പിച്ചു ശത്രുഘ്നനെ കൊണ്ട്. അതായത് ഭഗവാന്റെ കൈകൊണ്ട് വധിക്കാൻ അത്രമാത്രം ദുഷ്ടതയൊന്നും ലവണൻ ഉണ്ടായിരുന്നില്ല. ആ ലവണാസുരനെ ശത്രുഘ്നനെ കൊണ്ട് വധിപ്പിച്ചു. അതിനുശേഷം പ്രാർത്ഥയ ശൂദ്രപാശം, ശൂദ്രൻ ആയിട്ടുള്ള ഒരു ശംഭൂകൻ എന്ന് പറയുന്ന ഒരു ശൂദ്രനെ പ്രാർത്ഥയ എന്ന് പറഞ്ഞാൽ വധിച്ചു. അതായത് അധാർമികനായിരുന്നു ആ ശംഭൂകൻ എന്ന് പറയുന്ന ആ ശൂദ്രൻ. ആ ശൂദ്രനെയും വധിച്ചു. അപ്പോൾ ശത്രുഘ്നനെ കൊണ്ട് ലവണൻ എന്ന് പറയുന്ന അസുരനെ, രാക്ഷസനെ വധിപ്പിച്ചു അല്ലെങ്കിൽ നിഗ്രഹിപ്പിച്ചു. അതിനുശേഷം ശംഭൂകൻ എന്ന് പറയുന്ന ശൂദ്രനെ നിഗ്രഹിച്ചു. ഇവിടെ രണ്ട് കഥകൾ പറയാറുണ്ട്. മോക്ഷേച്ഛുവായിരുന്ന ശൂദ്ര മഹർഷിയാണ് വധിച്ചതെന്നും, അല്ല ശംഭൂകൻ എന്ന് പറയുന്ന ശൂദ്രനെയാണ് വധിച്ചതെന്നും പറയാറുണ്ട്. ഇനി അടുത്തത്, താവദ് വാൽമീകി ഗേഹേ കൃതവസതിരുപാസൂത സീതാസുതൗത്തെ. താവത് വാൽമീകി ഗേഹേ. അപ്പോൾ ഭഗവാന് സീതാദേവിയെ എവിടെയാണ് കൊണ്ടുപോയി ഉപേക്ഷിക്കുന്നത്? വാൽമീകി മഹർഷിയുടെ അടുത്തായിട്ടാണ് കൊണ്ടുവന്ന് ഭഗവാനല്ല ലക്ഷ്മണകുമാരനെ കൊണ്ട് ചെയ്യിക്കുന്നത്. അതെന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ, തൻ്റെ പിതാവായിട്ടുള്ള ദശരഥ മഹാരാജാവിൻ്റെ വളരെ അടുത്ത ഒരു സുഹൃത്താണ് വാൽമീകി മഹർഷി. ഇവരെല്ലാവരും കൂടി ഒരിക്കൽ ചാതുർമാസ്യ വ്രതം എടുക്കാൻ പോയ അന്ന് തുടങ്ങിയ ആ ഒരു കൂട്ടുകെട്ട് ദശരഥ മഹാരാജാവിൻ്റെ പുത്രനായിരുന്ന ശ്രീരാമചന്ദ്ര ഭഗവാന് നന്നായിട്ടറിയാം ഇവരുടെ ഉള്ളിലെ ആ ഒരു അന്തർധാര. അതുകൊണ്ട് തന്നെ സീതാദേവിയെ ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞപ്പോൾ ശ്രീരാമചന്ദ്ര ഭഗവാന് മറ്റൊന്നുകൂടി ചിന്തിക്കേണ്ടി വന്നില്ല. കാരണം അതിന് കുറച്ച് നാളുകൾക്ക് മുൻപ് തന്നെ സീതാദേവി ഒരിക്കൽ പറയുകയുണ്ടായി, വാൽമീകി മഹർഷിയുടെ ആശ്രമത്തിൽ നമ്മൾ പോയില്ലേ, എത്ര മനോഹരമാണ്, എന്തൊരു ശാന്തതയാണ് അവിടെ, എനിക്ക് അവിടെ പോയി കുറച്ച് ദിവസം താമസിച്ചാൽ കൊള്ളാമെന്നുണ്ട് എന്നൊരാഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇത് തന്നെയാണ് അതിനുള്ള ഒരു ഉത്തമമായ അവസരം. തൻ്റെ പ്രിയപത്നിയുടെ ആഗ്രഹത്തെ സഫലീകരിച്ചു കൊടുക്കാം. ഒപ്പം ആ ആശ്രമത്തിൽ ദേവി ഏറ്റവും സുരക്ഷിതയായിരിക്കുമെന്ന് ശ്രീരാമചന്ദ്ര ഭഗവാന് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെ ഒരു പതിയുടെ ധർമ്മം, ഇവിടെ രാജാവിൻ്റെ ധർമ്മമാണ് മുഖ്യമായിട്ടുള്ളത്. തൻ്റെ പ്രജകളുടെ ഇംഗിതത്തെ മാനിക്കുക എന്നുള്ളത്. ഒപ്പം ഒരു പതിയുടെ ധർമ്മം തൻ്റെ പ്രിയപത്നിയെ സംരക്ഷിക്കുക എന്നുള്ളത്. ഇത് പ്രിയപത്നി എന്ന് തന്നെയല്ല, തൻ്റെ കുഞ്ഞുങ്ങളെ ഉദരത്തിൽ വഹിച്ചുകൊണ്ടിരിക്കുന്ന, തന്നെ ഒരു അച്ഛനാക്കുവാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ആ സീതാദേവിയെ വേണ്ട എല്ലാ സംരക്ഷണവും ലഭിക്കണം, വേണ്ട ശാന്തിയും സമാധാനവും ആ ഗർഭകാലത്തുണ്ടാകണമെന്ന് ഭഗവാൻ നിശ്ചയിച്ചുകൊണ്ട് ലക്ഷ്മണകുമാരനോടൊപ്പം വിട്ടത് വാൽമീകി മഹർഷിയുടെ ആശ്രമത്തിൻ്റെ പരിസരത്താണ്. അപ്പോൾ വാൽമീകി മഹർഷിയാണ് സീതാദേവിക്ക് അഭയം നൽകുന്നത്. അങ്ങനെ ആ ആശ്രമത്തിൽ താവത് വാൽമീകി ഗേഹേ, താവത് അപ്പോൾ ഈ സമയത്ത്, അതായത് ഇവിടെ ലവണൻ എന്ന അസുരനെ കൊല്ലുന്നു, അതുപോലെ മോക്ഷേച്ഛുവായിട്ടുണ്ടായിരുന്ന ആ ശൂദ്ര മഹർഷിയെ, അതുമല്ല എങ്കിൽ ആ ശൂദ്രനെ
വധിച്ച സമയത്ത് ഇവിടെ വാൽമീകി ഗേഹെ വാൽമീകി മഹർഷിയുടെ ആശ്രമത്തിൽ കൃതവസതി രൂപാസൂത സീത, കൃതവസതി അവിടെ താമസിച്ചിരുന്നതായിട്ടുള്ള സീതാദേവി ഉപാസൂത, കൃതവസതി ഉപാസൂത, ഇങ്ങനെ രണ്ട് വാക്കുകൾ അവിടെ വരുന്നുണ്ട്. ഉപാസൂത എന്ന് പറഞ്ഞാൽ പ്രസവിച്ചു. എന്ത്? സുതൗ തേ, സുതൗ എന്ന് പറഞ്ഞാൽ രണ്ട് പുത്രന്മാരെ, തേ അങ്ങയുടെ രണ്ട് പുത്രന്മാരെ ആ ദേവി സീതാദേവി വാൽമീകി മഹർഷിയുടെ ആശ്രമത്തിൽ പ്രസവിച്ചു. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. പ്രീതോ ദിവ്യാഭിഷേകൈരായുധ സമധികാൻ വത്സരാൻ പര്യരംസീർമൈഥില്യാം പാപവാച ശിവ ശിവ കില താം ഗർഭിണീമഭ്യഹാസി ശത്രുഘ്നേനർദയിത്വാ ലവണനിശിചരം പ്രാർത്ഥയ ശൂദ്രപാശം താവദ്വാൽമീകി ഗേഹേ കൃതവസതിരുപാസൂത സീതാസുതൗ തേ. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ദിവ്യാഭിഷേകൈ അയുധ സമധികാനാണ്, അതുകൊണ്ട് രായുടെ ആകാരം ശ്രദ്ധിച്ചു വായിക്കുക. അതുപോലെ പര്യരംസീർമൈഥില്യാം, അത് ചേർത്ത് വായിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ തന്നെ വായിക്കുക. ഇല്ല എങ്കിൽ പര്യരംസീ അവിടെ വിസർഗം കൊടുത്ത് നിർത്തിക്കൊണ്ട് മൈഥില്യാം എന്ന് വായിക്കാം. അങ്ങനെ വരുമ്പോൾ മൈഥില്യാം എന്നുള്ളതിൻ്റെ മാ കൂട്ടക്ഷരമല്ല, ചേർത്താണ് വായിക്കുന്നതെങ്കിൽ കൂട്ടക്ഷരമാണ്, അത് ശ്രദ്ധിക്കുക. പിന്നെ ഗർഭിണീമഭ്യഹാസി, അവിടെ ഇകാരം നീട്ടിയെടുക്കണം, വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കുക. അതുപോലെ ഗർഭിണീം അഭ്യഹാസിയാണ്, മായുടെ ആകാരം ശ്രദ്ധിക്കുക. ഇനി അടുത്തത് ശത്രുഘ്നേന അർദ്ധയിത്വ, ശത്രുഘ്നേന അർദ്ധയിത്വ ആണ്, അകാരം അവിടെ ശ്രദ്ധിക്കുക. പിന്നെ കൃതവസതിരുപാസൂത സീതാസുതൗതേ, കൃതവസതിരുപാസൂത അത് ചേർത്ത് തന്നെ വായിക്കുക. കൃതവസതി ഉപാസൂത ആണ്, രായുടെ ഉകാരം ശ്രദ്ധിക്കുക. ഇത് ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. ഇനി അടുത്തത് 9ാമത്തെ ശ്ലോകമാണ്. അത് അടുത്ത സത്സംഗത്തിൽ നമുക്ക് കാണാം. ഹരേ കൃഷ്ണ.